എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം തരത്തിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമായ മലയാളം നാടേ ജയിച്ചാലും എന്ന പാഠമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മലയാളത്തെക്കുറിച്ചും മലയാളത്തിലെ പ്രശസ്ത കവികളെക്കുറിച്ചും ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഈ കവിതയിലൂടെ വിവരിക്കുന്നു. ഈ കവിത പരിചയപ്പെടുന്നതിന് മുമ്പായി ഇതിന്റെ രചയിതാവായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം ഒന്ന് കേൾക്കാം. ജീവചരിത്രക്കുറിപ്പിൽ ശ്രദ്ധിക്കേണ്ട വ്യക്തിപരമായ വിശദാംശങ്ങൾ, മേഖലയിലെ സ്ഥാനങ്ങൾ, പ്രത്യേകതകൾ, ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ, വ്യക്തിയുടെ പ്രധാന പ്രസ്താവനകൾ, അഭിപ്രായ പ്രകടനങ്ങൾ, കൃതിയിലെ പ്രധാന ഭാഗം, സ്വന്തം കാഴ്ചപ്പാട്, ഉചിതമായ തലക്കെട്ട്, ചുരുങ്ങിയത് 3 ഖണ്ഡികയെങ്കിലും വേണം. ജീവചരിത്രം. ഭാവഗായകൻ ചങ്ങമ്പുഴ. മലയാളത്തിന്റെ പ്രിയ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴ തറവാട്ടിൽ ജനിച്ചു. അച്ഛൻ തെക്കേടത്ത് രാമൻ മേനോൻ, അമ്മ പാർക്കുട്ടിയമ്മ. ഇടപ്പള്ളി മലയാളം പ്രൈമറി സ്കൂൾ, ആലുവ സെന്റ് മേരീസ് സ്കൂൾ, രാമവർമ്മ ഹൈസ്കൂൾ, സെന്റ് ആൽബർട്ട് സ്കൂൾ, എറണാകുളം മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ശ്രീദേവി അമ്മയെ വിവാഹം ചെയ്ത ശേഷം അദ്ദേഹം പട്ടാളത്തിൽ ചേർന്നു. 2 വർഷത്തെ സേവനത്തെ തുടർന്ന് കൃഷ്ണപിള്ള മദിരാശി ലോ കോളേജിൽ ചേർന്നു. എന്നാൽ പഠനം പൂർത്തിയാക്കില്ല. കവി, വിവർത്തകൻ, അധ്യാപകൻ എന്നിങ്ങനെ അനേകം മേഖലകളിൽ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. 57ഓളം കൃതികൾ അദ്ദേഹം രചിച്ചു. രമണൻ എന്ന വിലാപകാവ്യം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന കൃതിയാണ്. ബാഷ്പാഞ്ജലി ആദ്യ കവിതാ സമാഹാരം, രക്തപുഷ്പങ്ങൾ, പാടുന്ന പിശാച്, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, വാഴക്കുല, നീറുന്ന തീച്ചുള അവസാന കൃതി തുടങ്ങിയവ ചങ്ങമ്പുഴയുടെ പ്രശസ്ത രചനകളാണ്. കേരളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1948 ജൂൺ 17 37 വയസ്സിൽ അന്തരിച്ചു. ഇനി നമുക്ക് കവിത പരിചയപ്പെടാം. മലയാള നാടിനിൽ മാറിലോരോ മലർമാല ചാത്തുന്നു മഞ്ചിമകൾ, വിജയിക്കൂ ഞങ്ങൾ പിറന്ന നാടേ, വിമലശ്രീ നിത്യം പുലർന്ന വീടേ, കരൾ കക്കും നിൻ കളിത്തോപ്പിലെത്ര കവികോകിലങ്ങൾ പറന്നു പാടി, അവിരാളോം നാദം തരുന്നു ഞങ്ങൾ കവർപ്പെയ്ത കാക്കളിത്തേൻ മഴകൾ, പരശതം വർഷങ്ങൾക്കപ്പുറത്ത പരിചേലും തുഞ്ചൻ പറമ്പിലെങ്ങോ, ഒരു തൈമാരത്തിൽ തളിർത്ത കൊമ്പത്തൊരു പച്ചത്തത്തമ്മ കൂടുകൂട്ടി, അഖില വേദാന്ത പുരാണ തത്വമവളത്ത മോദമെടുത്തു പാടി, അഴകുറ്റ ഗാനമേ നിന്റെ മുൻപിൽ തൊഴുകൈപ്പൂമൊട്ടുമായി നിൽപ്പു ഞങ്ങൾ, ഫലിതത്തിൻ തൈലം പകർന്നു കുഞ്ചൻ നിലവിളപ്പൊന്നു കൊളുത്തി വച്ചു, അതിനുള്ളിൽ 1000 പൊൻതിരികൾ അറിവിൻ വെളിച്ചം ചൊരിഞ്ഞെരിഞ്ഞു, മണിമൂകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി മതിമാറ്റി ഋഷിരി പാട്ടുപാടി, അഭിനവമാശാന്റെ തത്വചിന്ത മധുരമാം പാവന പ്രേമഗാനം, മറവിക്കും മായ്ക്കുവാനായിടാതെ മഹിതഭവിഷിപ്പരിരസിപ്പൂ, മധുരമായി വള്ളത്തോൾ ഞങ്ങൾ കേൾക്കാൻ മണിവീണ മന്ദമെടുത്തു മീട്ടി, വിജയശ്രീ ലാളിതനായൂരുള്ളൂർ വിപുല പാണ്ഡിത്യം തുറന്നു കാട്ടി, പ്രണയിപ്പുഹ ഞങ്ങൾ ഭക്തിപൂർവം പ്രതിഭാപ്രഭാവമേ
ലളിത ഭാഷയിലാണ് ചങ്ങമ്പുഴ ഈ കവിത രചിച്ചത്. ഇനി പാഠഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളെ നമുക്കൊന്ന് നോക്കാം. ചോദ്യം 1. കേരളത്തെ മലയാളനാട് എന്ന് കവി വിളിച്ചത് എന്തുകൊണ്ടാവാം? കേരളത്തിലുള്ള ജനങ്ങളുടെ മാതൃഭാഷ മലയാളമായത് കൊണ്ടാണ് കവി കേരളത്തെ മലയാളനാട് എന്ന് വിളിക്കുന്നത്. ചോദ്യം 2. ഈ കവിതയിൽ ചങ്ങമ്പുഴ ഏതെല്ലാം കവികളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, കുമാരനാശൻ, വള്ളത്തോൾ, ഉള്ളൂർ. ചോദ്യം 3. എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാം? മഹാഭാരതം കിളിപ്പാട്ട്, രാമായണം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം. ചോദ്യം 4. ഇതിൽ പറഞ്ഞിരിക്കുന്ന കവികളെ പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം എന്നിങ്ങനെ പട്ടികപ്പെടുത്താം. പ്രാചീന കവിത്രയം: എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ആധുനിക കവിത്രയം: കുമാരനാശൻ, വള്ളത്തോൾ, ഉള്ളൂർ. പാഠഭാഗത്തെ പരിചിതമല്ലാത്ത പദങ്ങൾ എഴുതി അർത്ഥം കണ്ടെത്തുക. മഞ്ചമികൾ, മനോഹാരിത. വിമലം, പരിശുദ്ധമായത്. കോകിലം, കുയിൽ. അവിരളം, തുടർച്ചയായത്. അഖിലം, എല്ലാം. അഭിനവം, പുതിയത്. മതിമാൻ, ബുദ്ധിമാൻ. മഹിതാഭ, വർദ്ധിച്ച ശോഭ. കളിത്തോപ്പ്, കളിസ്ഥലം. പരശതം, നൂറിൽ പരം. പരിചയം, ഭംഗിയുള്ള. പ്രതിഭാപ്രഭാവം, ബുദ്ധിയുടെ മഹിമ. ചോദ്യം 6. കവിതയിൽ നിന്നും ലഭിച്ച വിവരവും ദൃശ്യത്തിൽ നിന്നും കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കേരളത്തിൻ്റെ സവിശേഷതകൾ എല്ലാം ഉൾപ്പെടുത്തി എൻ്റെ നാട് കേരളം എന്ന കുറിപ്പ് തയ്യാറാക്കാം. ആദ്യമായി ഒരു പദസൂര്യൻ നിർമ്മിക്കാം. എൻ്റെ നാട് കേരളം എന്ന പേരിൽ ഒരു പദസൂര്യനാണ് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സൂചന കഥകളിയുടെ നാട്. രണ്ടാമത്തെ സൂചന നദികളുടെ നാട്. മൂന്നാമത്തെ സൂചന മലകളുടെ നാട്. നാലാമത്തെ സൂചന പക്ഷിമൃഗാദികളുടെ നാട്. അഞ്ചാമത്തെ സൂചന തെയ്യങ്ങളുടെ നാട്. ആറാമത്തെ സൂചന കായലുകളുടെ നാട്. ഏഴാമത്തെ സൂചന കേരവൃക്ഷങ്ങളുടെ നാട്. ഇനി നമുക്ക് കുറിപ്പിനെ പരിചയപ്പെടാം. എൻ്റെ നാട് കേരളം. എൻ്റെ നാട് കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണിത്. കിഴക്ക് സഹ്യ പർവ്വതവും പടിഞ്ഞാറ് അറബിക്കടലും കേരളത്തെ അതിരിടുന്നു. മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. കേരവൃക്ഷങ്ങളാൽ സമ്പന്നമാണ് ഈ കേരളം. കഥകളിയും തെയ്യവുമാണ് ഇവിടുത്തെ പ്രധാന കലാരൂപങ്ങൾ. മലകളും നദികളും കായലുകളും നിറഞ്ഞ ഭൂപ്രകൃതിയാണ് നമ്മുടെ നാടിനുള്ളത്. പച്ചപ്പ് നിറഞ്ഞ വയലുകളും വനങ്ങളും പക്ഷിമൃഗാദികളും കേരളത്തെ അതിസുന്ദരമാക്കുന്നു.